അപ്പൊ ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയല്ലോ അവിടെ ചെന്നിട്ടോ. ചെന്നപ്പോ കാണുന്ന എന്താന്നറിയോ, 3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കണം. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടൻ മുകേഷണ്ണനെതിരെ പീഡന പരാതിയുമായി മുന്നോട്ട് വന്ന ഒരു സുന്ദരി കോതയുണ്ടായിരുന്നു, മിനു മുനീർ. മിനു മുനീർ എല്ലാ ചാനൽസിലും വന്നിരുന്ന് കഥ പറയുമായിരുന്നു. അങ്ങനെ ചെയ്തേ, ഇങ്ങനെ ചെയ്തേ, മറ്റേ ചെയ്തേ, തെളിവുണ്ട് എന്നൊക്കെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് ഒരു ചാനലിൽ വന്നിരുന്ന് കഥ പറയുന്നതിന്റെ ഇടയ്ക്ക് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി ഇതേ കിടക്കണ എല്ലാം കൂടെ കയ്യിൽ നിന്ന് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മിനി ചേച്ചിക്കെതിരെ മിനി ചേച്ചിയുടെ ഒരു ബന്ധു, ഒരു പെൺകുട്ടി തന്നെ വന്നിട്ട് പറഞ്ഞു, ഈ അമ്മായി കള്ളിയാണ്, ഈ അമ്മായി എന്നെ പണ്ട് ചില ചേട്ടന്മാർക്ക് കാഴ്ചവെക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം ചാനൽ, മെയിൻ സ്ട്രീം ചാനലിലെ ചേട്ടന്മാർ ഇവരുടെ പുറകെ പോകുന്ന പരിപാടിയൊക്കെ നിർത്തി. എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അമ്മായി മുട്ടാൻ കള്ളിയാണെന്ന്. ലാസ്റ്റ് നിർത്തി. അത് കഴിഞ്ഞപ്പം ഈ അമ്മായിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മുഖം കാണിക്കണമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടതി ഉത്തരവുള്ളതാണ്, ഒരു നിയമം ഉള്ളതാണ്. അതായത് ഒരു സ്ത്രീ വന്ന് പീഡന പരാമർശം നടത്തി കഴിയുമ്പോഴത്തേക്ക് അവളൊരു ഇരയാണ്. അവളുടെ മുഖം ഒന്നും മാധ്യമങ്ങൾ വഴി പുറത്ത് കാണിക്കരുത്. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണിക്കാം എന്നുള്ളൊരു സാധനം ഉള്ളതാണ്. പക്ഷെ ഒരു പീഡന പരാതി, ഒരു പരാമർശം കൊണ്ട് വരുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും പിന്നെ അവളുടെ മുഖം പുറത്തേക്ക് അറിയിക്കാൻ താല്പര്യപ്പെടത്തില്ല. പക്ഷെ ഇവിടെ ഈ അമ്മായി ഇവരുടെ മോന്ത പുറത്തേക്ക് കാണിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വാശിയൊക്കെ ഉണ്ട് ഇവർക്ക്. കാണിച്ചേ പറ്റുള്ളൂ. അതിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന്. അപ്പൊ ഈ അമ്മായി ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളൊന്നും ഇവരെ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അവസാന ഒരു മാർഗമായിട്ട് ഈ അമ്മായി ഇപ്പം 1-2 യൂട്യൂബ് ചാനലിൽ കയറിയിരുന്ന് അങ്ങോട്ട് കഥ പറയാൻ തുടങ്ങിയിരിക്കുക. ഇവർ എന്തൊക്കെയാ പറയുന്നതെന്ന് ഇവർക്ക് വല്ല ധാരണ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലാലേട്ടൻ മമ്മൂക്ക അങ്ങനെയാണ്, അവർ വന്ന് ഇങ്ങനെ പറഞ്ഞു ലാലേട്ടനെ മമ്മൂക്കയെ പറ്റി. ബാലചന്ദ്ര മേനോൻ അങ്ങനെയാണ്. പുള്ളി ആരാടി ചേച്ചി നിനക്ക്? 3-4 പേരെ പുള്ളി മറ്റേ വസ്ത്രങ്ങളില്ലാതെ കിടത്തിയ പുള്ളി ഓടി നടന്ന് എന്തൊക്കെയാ അവര് പറയുന്നത്? നിങ്ങൾക്ക് വല്ല ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും സ്ത്രീയെ, നിങ്ങൾ പറയുന്നത് മൊത്തവും കള്ളത്തരമാണെന്ന്. നിങ്ങൾ പറഞ്ഞോളൂ അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പക്ഷെ പറയുമ്പോഴത്തേക്ക് മറ്റേ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 പേരെ ഒറ്റ ടൈമിൽ ഇയാള് മനുഷ്യനാണോ അതോ അയാൾ വേറെ വല്ലതും ആണോ, അല്ലെ ഏലിയനും ആണോ? എനിക്ക് അറിയാൻ പാടില്ല. കേൾക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെയുള്ള സംശയങ്ങളുണ്ട് ചേച്ചിയുടെ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്. എന്തൊക്കെയാ നിങ്ങൾ വിളിച്ച് പറയുന്നത്? എനിക്ക് എന്റെ ഇപ്പോഴത്തെ എല്ലാവരുമായിട്ട് അവർക്കങ്ങ് ബന്ധമായി. എല്ലാവരും ഇടവേള ബാബു, പിന്നെ മണിയമ്പിള്ള രാജു ഫ്ലൈറ്റ് അയച്ചു കൊടുക്കും. ചേച്ചി ഫ്ലൈറ്റ് അയച്ചു കൊടുക്കുന്നു, ടിക്കറ്റ് ചേച്ചിയുടെ അയച്ച് വീട്ടിലോട്ട് കൊടുക്കും. കേറി വാ മോളെ, തിരുവനന്തപുരത്തേക്ക് വണ്ടി വിടും ചേച്ചിയെ കൊണ്ടിയല്ലാൻ. ഈ ഒരു പരിപാടിയൊക്കെയാ ചേച്ചി ഇരുന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന ഒരു പൊട്ടന്മാരാണോ ചേച്ചി? സത്യം ഇവരെ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഇവരെ കല്ല് വലിച്ചെറിയണം. അങ്ങനത്തെ ഒരു വർത്താനവും പരിപാടിയൊക്കെ ഈ സ്ത്രീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഫേമസ് ആവാൻ വേണ്ടി ഇവർ എന്തൊക്കെയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആർക്കെതിരെയാണോ സംസാരിക്കുന്നത് എല്ലാവരും ഇവർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കണം, പിടിച്ച് അകത്തിടണം ഇങ്ങനത്തെ ഐറ്റത്തിനെയൊക്കെ. കാരണം നമുക്ക് ഇവർ പറയുന്ന കേൾക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് കള്ളത്തരമാണ്. ഒന്നിനും ഒരു റിലവന്റ് ആയിട്ടുള്ള ഒരു സാധനം ഇവർ പറയുന്നില്ല, ഒന്നിനും തെളിവില്ല. എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് അങ്ങനെയല്ലേ, അത് ഇങ്ങനെയല്ലേ, മുകേഷ് ഞങ്ങൾ ആ ഒരു പീഡനത്തിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ കാശ് ചോദിക്കുന്നതിന് തെറ്റില്ല. ഇങ്ങനത്തെ കഥയൊക്കെ ഈ പെണ്ണുമ്പിള്ള പറയുന്നത്. ഇവരെന്താ പറയണ്ടേ? ഇവർ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് കഥ പറയുന്നുണ്ട്. ഞാൻ ഇന്നത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ തമ്മിലിൽ നിങ്ങൾ കണ്ടല്ലോ, എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഇത്രയും പേര് എല്ലാവരും അങ്ങ് മറ്റേ ഭയങ്കര ബന്ധമാണ്. സിദ്ദിഖൊക്കെ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ ചേച്ചിയുടെ കട്ടിലടി കാണും. ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ മിനി ചേച്ചിയുടെ കട്ടിലടിയിൽ, അല്ലേ? അവിടെ ആകുമ്പോൾ ആരും തിരക്കത്തില്ല. കള്ളിയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാധ്യമക്കാർ പോലും ആ പരിസരത്തേക്ക് ചെല്ലത്തില്ല. ഒന്ന് ആലോചിച്ചേ നിങ്ങൾ, എന്നാ ഇവരെ പറയട്ടെ. എന്തായാലും ഇവരുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബൈറ്റ് കാണിച്ചു തരാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബൈറ്റ് ആണ്, നിങ്ങൾ കാണുക. ഈ മറ്റ് ചില പ്രധാനപ്പെട്ട നടന്മാർ പലപ്പോഴും അത് ഈ പേര് മിനു പറയുന്നില്ലെങ്കിൽ പോലും സൂപ്പർ താരമാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ, ദേശീയ അവാർഡ് ജേതാവാണെന്ന തരത്തിൽ ഒരു റിട്ടയേർഡ് ACPയുടെ മകളെ 5 ദിവസത്തോളം ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചൊരു സംഭവം ആവർത്തിച്ച് മിനു പറയുന്നുണ്ട്. പക്ഷെ അത് കേരളം എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അത് എന്താണ് ആ സംഭവം? അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ്. ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം കുട്ടിയെ ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് ഇല്ലേ സംഗീത് സാറിനെ സംഗീത് ലൂയിസ് സാറിനെ അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി എന്താ പറയുന്നത്, എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല, ഞാൻ നേരിട്ട് 164 വന്നോളാം. നല്ലൊരു ചെറിയ കുട്ടി, വളരെ കൂടി വന്നാൽ 10-18 വയസ്സോ അത്രയും 19, നല്ല മുതുക്കത്തി. അവർക്ക് നല്ല സിനിമയിലോട്ടൊക്കെ വരാൻ എന്തോ നല്ല ചാൻസ് വെച്ചാൽ നല്ല തകപ്പനായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ, ടാലന്റ് ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്ത് ഒതുക്കിയ പിന്നെ ഇത് ലോകം അറിഞ്ഞേ പറ്റത്തുള്ളൂ.
ലോകം അറിയണം. യഥാർത്ഥ കലാകാരികളും കലാകാരന്മാരും മുമ്പോട്ട് വരണം. അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ വലിയ പെരുമ്പാമ്പുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നാലേ എങ്ങനെ വരും? എല്ലാവരും ആരും വരത്തില്ല, എല്ലാവരും പേടിച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഇവരെയൊക്കെ മാറിയിട്ട് ഒരു നല്ല ഫിലിം ഫീൽഡ്, നല്ല ശ്രുതികലാശം നടന്ന് നല്ല ഒരു മലയാള ഫിലിം നമ്മുടെ കേരളത്തിൽ വരണം എന്നാണ് എന്റെ ആഗ്രഹം. മിനു അതൊരു സൂപ്പർ സ്റ്റാർ ആണോ മിനു? സൂപ്പർ സ്റ്റാർ അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ 4-5 ദിവസം റൂമിൽ കൂട്ടിയിട്ട് പീഡിപ്പിച്ചത്? കേരളത്തിലെ നമ്പർ 1. കേരളത്തിലെ നമ്പർ 1. ഈ അമ്മായി ആരെ പറ്റിയാ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ സ്വന്തം ലാലേട്ടനെ പറ്റി ഈ ഒരു സാധനം പറയും. അത് അവർക്ക് നേരിട്ടതല്ല, അവരോടൊരു വെങ്കൊച്ചു പറഞ്ഞെന്നാ പറയുന്നത്. ഇവര് ചെറിയൊരു പരാമർശമൊന്നും അല്ല ഈ സ്ത്രീ നടത്തുന്നത്. ഇവരുടെ എന്തെങ്കിലും തെളിവുണ്ടോ ഇതില്? ഇവര് ഈ പറയുന്ന ഒരു കുട്ടി, ആ കുട്ടി വന്ന് സംസാരിക്കും, ആ കുട്ടി വന്ന് പറയട്ടെ. ഈ അമ്മായി എല്ലായിടത്തും വന്നിരുന്ന് ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മായി മറ്റേ രാജവെമ്പാലയൊക്കെ ആയിരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, അമ്മായി അവരെയൊക്കെ അങ്ങ് വെട്ടിയിട്, എന്നിട്ട് അമ്മായിയെ പോലെ ഒരു തീർവാണം കയറി അങ്ങ് ഇരിക്കും, എന്നിട്ട് സിനിമ അങ്ങ് ഇൻഡസ്ട്രി അങ്ങ് ഭരിക്കും. മലയാളം ഇൻഡസ്ട്രി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ വലിയ രീതിയിൽ. അല്ലാതെ എന്താ പറയണ്ടേ ഇവര് പറയുന്നതിനകത്ത്? എന്തൊക്കെയാ ഇവര് പറയുന്നതെന്ന് ആർക്കെങ്കിലും? പിന്നെ ഇവര് പറയുന്നത്, ആ വ്യക്തി അവിടെ ഇരുന്ന് ആ യൂട്യൂബർ ചാനലിന്റെ ഉടമസ്ഥൻ ചോദിക്കുന്നു, മീനു പറയുന്നതൊന്നും ഇപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതാരും ശ്രദ്ധിക്കുന്നില്ല. ഈ പെണ്ണുമ്പിള്ള ഇനി എന്ത് പറഞ്ഞാലും ഒരുത്തനും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ SIT ആണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ, തുക്കട രാഷ്ട്രീയക്കാരൻ പോലും ഇവള് പറയുന്നത് കേൾക്കുമെന്ന്. എന്തിനാ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ പോലും ഈ പെണ്ണുമ്പിള്ള പറയുന്നത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവള് വന്നിരുന്ന കഥ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവളുടെ കഥയിൽ നിന്ന് ആദ്യമേ തന്നെ പൊളിഞ്ഞു വീണതാണ് ഇവളൊരു ഭൂലോക ഉഡായിപ്പാണ് എന്ന്. ബാക്കി 5000 ലാലേട്ടൻ 5000 പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ട്രീറ്റ് ഒക്കെ നടത്തി എവിടെ, അബുദാബിയിൽ എവിടെ കണ്ട്, അങ്ങനെയൊക്കെ കേട്ടു ഞാൻ. മൊത്തം 5000 പെൺകുട്ടികളുമായിട്ട് ഇതായിട്ടുണ്ടെന്നൊക്കെ. പിന്നെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഒരു ആൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ 2000 പേർ, ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ 2000 പിള്ളേരായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയാം 2000 അല്ല അതൊക്കെ മേലെ എന്നൊക്കെ വളരെ അഭിമാനത്തോടെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അല്ലല്ല, എനിക്ക് തോന്നുന്നത് അതില് മിനു ഒരു ചെറിയ ഒരു തിരുത്തുണ്ട്. ഞാൻ തിരുത്തി കൊടുക്കാം അമ്മായിക്ക്. അമ്മായി, ഇത് ലാലേട്ടൻ പണ്ട് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ആ ഒരു ആങ്കർ, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആങ്കർ ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ നിങ്ങൾക്ക് ഇത്രയും സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല മോനെ, അതിന്റെ മേളിലുണ്ട് എന്ന് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ലാലേട്ടൻ പറഞ്ഞു പോകുന്ന ഒരു കാര്യം. അതൊക്കെയാണ് ഈ അമ്മായി ഇപ്പൊ എടുത്തു വെച്ചിട്ടിരുന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ലാലേട്ടനെ കുറ്റക്കാരനാക്കാൻ അവർ നോക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ്. ഇവരെ എന്താ പറയണ്ടേ? ബാക്കി പോട്ടെ, ഇപ്പൊ ഈ 60 പെൺകുട്ടികൾ പരാതിയുമായി വരുമ്പോ ആ പരാതികളിൽ സൂപ്പർ താരങ്ങളും പെടുന്നുണ്ട് എന്ന് മിനുവിന് ബോധ്യമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ പറഞ്ഞ ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട്. മിനുവിന് എന്താ തോന്നുന്നത്? ആയിരിക്കാമെന്ന് പറഞ്ഞാൽ പറയാനൊരു ചെറിയ പേടിയുണ്ടല്ലോ. ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളിന് കയ്യിൽ കിട്ടിയ വിവരങ്ങൾ തുറന്നു പറയാനൊരു ചെറിയ ഭയമുണ്ടോ? അല്ല, എനിക്ക് പറയുന്നതിന് കുഴപ്പം. എനിക്ക് സംഭവിച്ചെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞായിരുന്നേ. പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കാൻ പാടില്ല. അത് ഓർത്തിട്ടാ, കുട്ടിയുടെ സേഫ്റ്റി ഓർത്തിട്ടാ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വിചാരിച്ചു, അപ്പൊ തന്നെ അവർക്കറിയാലോ ഇതാണ് കുട്ടി. അപ്പൊ ആ കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിക്കുവോ? അതാണ് പേടി. ഇപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മിനു, ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല, മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ, പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ലാലേട്ടനും മോശം, മമ്മൂക്കയും മോശം. ഇപ്പം ആ പെൺകുട്ടി, ഇവര് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാനാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഉപദ്രവിക്കാലോ ചേച്ചി. പിന്നെ പേരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കത്തുള്ളൂ. എന്താ ചേച്ചി കാണുന്ന ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാണോ? കാണുന്നവരെല്ലാരും പൊട്ടന്മാരാണെന്നാണോ ചേച്ചി വിചാരിക്കുന്നത്? അവിടെ നിന്ന് ചിരിച്ച് മറ്റേ മുല്ലപ്പൂവും വെച്ച് ലിപ്റ്റിക്ക് വിട്ട് വന്ന് ഇരിക്കുക. ചാനലുകാർ വരത്തില്ല, ചേച്ചി പേടിക്കണ്ട. ഇനി ഇത് കണക്കത്തെ യൂട്യൂബ് ചാനലിൽ കയറി തള്ളിയാൽ മതി കേട്ടാ. ഞങ്ങളെടുത്ത് ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് കൊടുക്കുകയും ചെയ്യാം. ഇപ്പൊ ഈ സൂപ്പർ താരങ്ങളിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടോ? ഇല്ല, അവരുമായിട്ട് എനിക്ക് വന്നിട്ടില്ല, അഭിനയിക്കാൻ വന്നിട്ടില്ല. അതെ, വളരെ ജെന്യുവനായിട്ടാണ് മിനു കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഈ മുകേഷ് പറഞ്ഞായിരുന്നു ലാലേട്ടനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. മുകേഷ് ലാലേട്ടനെ പരിചയപ്പെടുത്താം, അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞാണോ അതോ വെറുതെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ?
അന്നേരം ഞാൻ ലാലേട്ടനെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു വാഗ്ദാനങ്ങളൊക്കെ പോലെ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മണിയമ്പിള്ള രാജചേട്ടനും പറഞ്ഞു അടുത്ത സിനിമയിൽ വിളിച്ചു, ഒരു നാൾ വരും എന്നൊരു സിനിമയില്. ആ സിനിമയിൽ വിളിച്ചപ്പോ ഞാൻ ചെന്നൈയിലായിരുന്നു. അന്നേരം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു മിനുവിന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞങ്ങൾ മൂന്നുപേരുണ്ടോ, ലാലേട്ടൻ, ഡയറക്ടർ രാജീവോ പിന്നെ മണിയമ്പിള്ള രാജേട്ടൻ. ഞാൻ പറഞ്ഞു നോ 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 ഒരു നാൾ വരും. അതിന് വിളിച്ചത് ഫ്ലൈറ്റ്. അങ്ങനെയാണോ സിനിമയുടെ പേര്? ഒരു നാൾ വരും എന്നാണോ സിനിമയുടെ പേര്? അങ്ങനെ ആ സിനിമയിൽ അതിനാ വിളിച്ചത്. അപ്പം ഞാൻ പോയില്ല. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്ത് പരിപാടിയാ, കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അയച്ചിട്ട് അവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിലെ പ്രൊഡക്ഷന്റെ വണ്ടിയൊക്കെ വന്നു എന്നെ കൊണ്ടുപോകാൻ. ഞാൻ പോയില്ല. എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾ മൂന്നുപേരുണ്ടാവും എന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പേടിച്ചു പോയി. പേടിച്ചു പോയി മിനി ചേച്ചി, പേടിച്ചു പോയെന്ന്. മിനി ചേച്ചി വന്നാലേ ആ സിനിമ നടക്കത്തുള്ളൂ. മണിയമ്പിള്ള രാജചേട്ടൻ ഫ്ലൈറ്റ് അയച്ചു കൊടുത്ത്, അല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തത്. ചിലപ്പോ ചേച്ചി അതും പറയും കേട്ടാ, ചിലപ്പോ മറ്റേ പ്രൈവറ്റ് ജെറ്റ് ചേച്ചിയെ കൊണ്ടുവരാൻ അയച്ചെന്ന്, പ്രൈവറ്റ് വാണം ചേച്ചിക്ക് വേണ്ടി വിട്ടുകൊടുത്തതൊക്കെ വേണമെങ്കിൽ ചേച്ചി പറയും. ചേച്ചി അതാ ഐറ്റം. ട്രിവാൻഡ്രം എയർപോർട്ടിൽ ചേച്ചിയെ കൊണ്ടുപോകാൻ മാത്രമായിട്ട് AC ബെൻസ് വന്നു. എന്താ ഇവരെ പറയുന്നത്? എനിക്കറിയാൻ പാടില്ല. ലാലേട്ടന്റെ റൂമിന്റെ തൊട്ടപ്പുറം റൂം കൊടുക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, ഏതെങ്കിലും സിനിമയിൽ. ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ഞാൻ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടായിരിക്കാം. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു പേര് തന്നെ കേൾക്കുന്നത്. മിനു മുനീർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം. ഇവരൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത്ര പോപ്പുലർ ആയിട്ടുള്ള വലിയ ആക്ടിങ്ങോ ഏതെങ്കിലും സിനിമയിൽ പറയാവുന്ന ഒരു ക്യാരക്ടറോ ഒന്നും ഇവർ ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ വന്നിരുന്ന് തള്ളുന്നതിലേക്ക് എന്തെങ്കിലും ഒരു തെളിവ് കാണിക്ക് ചേച്ചി. എന്തെങ്കിലും ഒരു തെളിവ്. ചേച്ചി ഒരു തെളിവും പിടിച്ചോണ്ട് വന്നു. ആ തെളിവ് ചേച്ചി കിട്ടുക തന്നെ തിരിച്ചുള്ള ഒരു കൊട്ടായി, മറ്റേ വാട്സപ്പ് ചാറ്റ്. ഇനിയിപ്പൊ അടുത്തതാ എടോ, ഇവരെ യൂട്യൂബ് ഏത് ചാനലിലാണെങ്കിലും ശരി, ഇവരെ വിളിച്ചിരുത്തുന്നവരെ വേണം ആദ്യമേ നന്ദയ്ക്ക് പറയാൻ. മിനുവിന് ഇപ്പൊ സ്മൈലി എന്ന് പറഞ്ഞാൽ, സ്മൈലി എന്ന് കേട്ടാൽ തന്നെ പേടിയാണെന്ന് കളിയാക്കുന്നവരുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് അവര് പറയുന്നല്ലേ, അവർക്ക് പേടിയായിരിക്കും. എനിക്ക് അങ്ങനെ പേടിയാണെന്ന് തോന്നിയിട്ടൊന്നുമില്ല. അതെ. അപ്പോ ഈ മുകേഷിന് സ്മൈലി അയച്ചതോ അതുപോലെ പൈസ കടം ചോദിച്ചോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ്, അത് വളരെ കൂളായിട്ട് നേരിടുന്നു? കൂളായിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഒരേ ഫീൽഡ് ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് റോൾ ചെയ്യാനൊക്കെ ഇച്ചിരി പൈസ ഒക്കെ ചോദിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സിംഗിൾ പേരന്റ് ആയിരുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പൊ പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ നമ്മൾ ചോദിച്ചു. പിന്നെ ഞാൻ പറയട്ടെ, അന്ന് എനിക്ക് ആ പീഡനത്തിന് ശേഷം ഞാനും മുകേഷും ശത്രുക്കളല്ലായിരുന്നു. അദ്ദേഹം പിന്നെ എന്നെ വിളിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ സോപ്പിട്ട്, നീ ആരോട് അന്ന് നടന്ന സംഭവം ഒന്നും ആരോടും പറയല്ലേ എന്നുള്ളൊരു സോപ്പിട്ടുള്ള പുള്ളിക്കാരനുണ്ടായിരുന്നു. അപ്പൊ ഞാനും അതൊക്കെ ആ ഒരു നയത്തിൽ നിന്നു. എന്താണെന്നറിയാവോ, ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. 1, 2 എനിക്ക് മെമ്പർഷിപ്പ് തരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചപ്പോ ഞങ്ങൾ എനിമീസ് അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിണ്ടുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് സ്മൈലിയൊക്കെ അയച്ചു കാണിക്കും. അതൊക്കെ ഞങ്ങളുടെ അതെന്തുവാ ഒരു മാർക്കറ്റിംഗ്. ചേച്ചിയുടെ ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു കേട്ടോ അത്. ചേച്ചി ഇപ്പൊ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം ചേച്ചി പറയുന്നുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ ആദ്യത്തെ ഇന്റർവ്യൂകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വന്ന് ആദ്യമേ സംസാരിച്ചപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോകൾ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോ. ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ അന്ന് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ 2014 15 ആ ഒരു കാലയളവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2022 എന്തോ ആണ് ഇവര് കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങാണ്ടിയാണ് ഈ സ്ത്രീ ഒരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച്, ഇവര് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കള്ളത്തരം, ശുദ്ധ കള്ളത്തരം. അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ സ്ത്രീകളോടാണ്, ചേച്ചിമാരെ നിങ്ങൾ പറയുക, നിങ്ങളെ ആരെങ്കിലും ഒരു വ്യക്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇല്ലെങ്കിൽ വളരെ മോശമായിട്ട് സംസാരിച്ച് എൻ്റെ കൂടെ വരുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ നാട്ടിലെ ഇച്ചിരി മാനവും നാണവും ഒക്കെ ഉള്ള നാണവും മാനവും ഉള്ള ഏതെങ്കിലും ഒരു സ്ത്രീ പിന്നെ ആ ഒരു വ്യക്തിയോട് ഒരു കോണ്ടാക്ടെങ്കിലും കാശ് ചോദിക്കുന്ന വിടുക. ജസ്റ്റ് അയാളുടെ ഒരു കോള് വരുമോ അല്ലെങ്കിൽ അയാളുടെ ഒരു മെസ്സേജ് വന്നാൽ റിപ്ലൈ ചെയ്യാനോ അതിനൊക്കെ പോവോ? എന്തിപ്പം നിങ്ങൾക്ക് കോടികൾ അയാൾ തരാന്ന് പറഞ്ഞാലും നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇത്തിരി ഞാൻ നേരത്തെ പറഞ്ഞ കുളിപ്പും നാണവും മാനവും ഉള്ള ഒരു സ്ത്രീയും ആ ഒരു പരിപാടിക്ക് നിന്ന് കൊടുക്കത്തില്ല. അവിടെയും മിനു മുനീർ ചേച്ചി നിൽക്കും. കാരണം ചേച്ചിക്ക് മാനേജ്മെന്റ് സ്കിൽസ് ഒക്കെ ഉള്ള വലിയ സുന്ദര കില്ലാടിയായിട്ടുള്ള സിനിമാ നടിയും സ്പോർട്സ് താരവും ഒക്കെ ആണല്ലോ. 2 പിള്ളേർ ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഇവിടെ ഒരു സ്ത്രീക്കും 2 പിള്ളേരൊന്നും ഇല്ല. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ചേച്ചി എന്തും അഡ്ജസ്റ്റ്മെന്റിന് നിൽക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ.
മനസ്സിലായില്ലേ? ഉപദ്രവിക്കാൻ വന്നതിന്റെ വരെ പിന്നെ ചിരിച്ച് കാണിച്ചുകൊണ്ട് ചെല്ലും. ചേച്ചി തന്നെ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് ചേച്ചി എന്ന്. ചേച്ചിയെ ഞങ്ങൾ എന്താണ് വിളിക്കേണ്ടത്? അതുകൂടെ ചേച്ചി ഇനി ഒന്ന് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഏത് പേരിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കേണ്ടതെന്നുള്ളത്. എന്റെ അറിവിൽ ഒരു സ്ത്രീയും ഇങ്ങനെ ഉപദ്രവിച്ചു വരുത്തനൊക്കെ പിന്നെ പോകത്തില്ല. പൈസ ചോദിച്ചാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും ശരി, ബ്ലോക്ക് ചെയ്ത് കളയത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി ചേച്ചി ബാലചന്ദ്ര മേനോനെതിരെ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും ആദ്യമൊന്നും ചേച്ചി പറയുന്നില്ലായിരുന്നു. മെല്ലെ മെല്ലെ ചേച്ചി ഓരോന്ന് വരുന്നത്. ഇനി ചിലപ്പോൾ നാളെ വിജയ്ക്കെതിരെയോ സൂര്യക്കെതിരെയോ ഇല്ലെങ്കിൽ നമ്മുടെ ദുൽഖറിനെതിരെയോ പ്രണവ് മോഹൻലാലിനെതിരെയോ വരെ ചേച്ചി വേണമെങ്കിൽ പറഞ്ഞു കളയും. ചേച്ചിയുടെ കൂട്ടുകാരി അല്ലെങ്കിൽ ചേച്ചിക്ക് അറിയാവുന്ന പെൺകുട്ടി വന്ന് ചേച്ചിയോട് പറഞ്ഞു അവരിങ്ങനെ പെരുമാറി എന്നുള്ളൊരു കാര്യം. ചേച്ചിയോട് മാത്രം എനിക്കത് അറിയാൻ പാടില്ല. എല്ലാവരും എന്താ ചേച്ചിയോട് എന്ന് പറയുന്നത്? ചേച്ചി ആരാ ഇതിനും മാത്രം? കാണും എന്തായാലും ഈ ഒരു വീഡിയോ. ജീവിച്ചിരിപ്പുണ്ട്. ആ പുറമേ കാണുന്ന മുഖമല്ല, നമ്മൾ പുള്ളിനെ പേഴ്സണൽ ആയിട്ട് കാണുമ്പോൾ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല. കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച. ഞാൻ വിറ്റ്നസും കൂടെ ആയതാണ്. ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു. ഒരു 12 മണിയായപ്പോ എന്നോട് അമ്മ വന്നിട്ടുണ്ട്. റൂമിൽ കിടന്നപ്പോ മിനു ഉറങ്ങിയോ? ഞാൻ പറഞ്ഞില്ല. അങ്ങോട്ടൊന്നും ഒരു റൂമിലോട്ട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഒരു കുട്ടിയുടെ ഒച്ച കൂടെ കേട്ടുകൊണ്ട് ഞാൻ ആ റൂമിൽ ചെന്നപ്പോ ആ കുട്ടീനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആ കുട്ടി ഇങ്ങനെ എന്തോ കണ്ട് ഭയന്ന പോലെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ബാലേന്ദ്ര മേനോനെ. ഞാൻ ചോദിച്ചാൽ എന്താ സാറേ? ഇവിടെ ഇരിക്കാം. ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാ. അപ്പോൾ ഞാനാകെ ബ്ലിങ്ക് അടിച്ചത്, എന്തോ ഇവിടെ വാട്സ് ഗോയിങ് ഓൺ, ഇവിടെ എന്താ ഇവിടെ നടക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഈ കൊച്ചിങ്ങനെ ഇപ്പൊ എന്തോ പേടിച്ച് നോക്കുന്നു. ഇയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുന്ന പോലെ അത് ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോട്ടെ, അമ്മ തന്നെയുള്ളൂ, അമ്മക്ക് ഷുഗർ ഒക്കെ ഉള്ള, ഞാൻ പോവാന്നിട്ട് എനിക്കെന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് വന്നു. ഞാൻ പെട്ടെന്ന് പോരുകയും ചെയ്തു. അതൊന്ന് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ 30 ദിവസം വർക്ക് ചെയ്തു കേട്ടോ ഷൂട്ടിങ്ങിന്. പിന്നെ ഒരു ദിവസമാണെങ്കിൽ ഇതുപോലെ രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഹലോ മിനു, അപ്പൊ എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു സിനിമ ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വളരെ രസമുള്ളതാണ്, അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം എന്താണ് ഫിലിം ഫീൽഡ് എന്നൊക്കെ അങ്ങനെ മുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച രാത്രിക്ക് വിളിച്ചുകൊണ്ട് 1 മണിയായി കാണും. എനിക്ക് ദേഷ്യമൊക്കെ വന്നു. പക്ഷെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. അതിനിടയിൽ ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും അയ്യോ കായിക താരം സിനിമാ താരമാകുന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു. ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തിപ്പോയാൽ നമുക്ക് നാണക്കേട്. അപ്പൊ ഇനി നമുക്കവിടെ പിടിച്ച് നിൽക്കില്ലാണ്ട് രക്ഷയില്ലാണ്ടായിപ്പോയി. അപ്പൊ 1 മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയാലും അവിടെ ചെന്നിട്ടോ. ചെന്നപ്പോ കാണുന്ന എന്താണെന്നറിയോ? 3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ്. പിന്നെ കാണുന്ന 2-3 പേര് അവിടെ ഇരിപ്പുണ്ട്, ആണുങ്ങള്. ആരാന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അയ്യോ ഇതെന്താ യു ക്യാൻ സിറ്റ് ആൻഡ് വാച്ച്, അവിടെ ഇരിക്കും വാച്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അത് കണ്ടു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യമായിട്ട് ഓടിപ്പോയി. അപ്പൊ അത് രണ്ടാമത്തെ. അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെയും വേറൊരു നടി, എന്റെ അതേ പ്രായം തന്നെ ഉള്ളൊരു നടി. ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് മറ്റേ നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ വെച്ച് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഡ്രസ്സൊക്കെ മാറണം. ഞങ്ങൾ രണ്ടുണ്ടെങ്കിൽ പെൺകുട്ടി അയ്യോ അത് മാറണം, എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം, നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥരായിട്ട് എനിക്കിന്ന് കാണണം. അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്ത ദിവസം ഞങ്ങൾ കുട്ടിക്ക് വയ്യാതെ ഞങ്ങൾക്ക് മനസ്സിലായി കുട്ടി കേട്ടോ. ബാലചന്ദ്രൻ മേനോനെ അഭിനയിച്ചൊക്കെ അങ്ങ് കാണിക്കുവാ ചേച്ചി വല്ല ബാലചന്ദ്ര മേനോന്റെ കഥയാണോ പറയുന്നത്, വല്ല പട്ടിയുടെ കഥയാണോ പറയുന്നത്? എനിക്ക് അറിയാൻ പാടില്ല. ഒരേ സമയത്ത് 3 പേര് വിവസ്ത്രയായി കിടക്കുന്നു. പുള്ളി 3 പേരുമായിട്ട് ഇന്റർകോഴ്സ് ചെയ്യുന്നു. എടോ അയാൾക്ക് ഇച്ചിരി പ്രായമൊക്കെ ഇല്ലേ? പോട്ടെ, ചിലപ്പോൾ പറ്റുമായിരിക്കും, പോട്ടെ. പുള്ളിയുടെ നിങ്ങൾ ചിലപ്പോൾ കാണുന്നവർ പറയും പുള്ളി വലിയ എന്തോ മറ്റേ സ്റ്റാർ, ഓക്കെ വോട്ടെവർ. പക്ഷെ ഇതൊക്കെ എന്റെ പൊന്നു ചേച്ചി എന്തോ ചേച്ചി പറയുന്നതെന്ന് വല്ലതും അറിയാവോ? അങ്ങേര് കൊണ്ടുവന്ന് ചേച്ചിക്കെതിരെ കേസ് കൊടുത്താൽ ചേച്ചി പേടും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വൃത്തികേടുകൾ പറയുന്നതിന്. ചെറിയ കാര്യമൊന്നുമല്ല ചേച്ചി പറയുന്നത്. ഇതിനൊക്കെ തെളിവുണ്ടാവണം. ഇങ്ങനെ വന്നിരുന്ന് കൊണ പറയുമ്പോഴത്തേക്ക്. അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോ ഈ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയല്ല. ഈ വീഡിയോ നിങ്ങൾ വന്നിരുന്ന് പറയുന്നത് കാണിക്കാൻ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഇതുപോലെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് ആരെങ്കിലും ഒരാൾ നിങ്ങളൂടെ വന്ന് പറയട്ടെ. ഇത് ചുമ്മാ വന്നിരുന്ന് നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒന്നിനകത്തും ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്ന കഥകളെല്ലാം പൊളിഞ്ഞു. നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ്, നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ കസിൻ മെസ്സേജ് അയച്ച് ചോദിച്ചല്ലേ 1 ലക്ഷം രൂപ മുകേഷിന്റെ അടുക്കെ. ഈ കഥയൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങളങ്ങ് മറ്റേ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങണം അല്ലേ? അതാണ് ചേച്ചിയുടെ ഉദ്ദേശം. ചേച്ചി വേറെ വല്ല ഞാൻ വല്ല പറഞ്ഞാൽ കൂടിപ്പോകും. പൊട്ടന്മാരല്ല ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ. അത് ഈ മിനു മുനീർ എന്ന് പറയുന്ന അക്കച്ചു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്നിട്ട് ഇനി വന്നിരുന്ന് കഥ പറയാൻ നിൽക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ എവിടുന്നേലും ആരെങ്കിലും ഒക്കെ ചേച്ചി എടുത്താൽ കൊടുക്കും നല്ല വൃത്തിക്ക്. അല്ലെങ്കിൽ പോലീസുകാർ ഡിഫമേഷൻ കേസ് ഇവരെല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി പാണി വാളും.
പിന്നെ എന്ത് പറഞ്ഞിട്ട് മറ്റേ രണ്ട് പിള്ളേരുടെ അമ്മയാ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഞാൻ വേണ്ട. കഷ്ടം കാശിന് വേണ്ടി നിങ്ങൾ കാണിക്കും. നിങ്ങൾ ഈ മോന്ത പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും വൃത്തികേട് പരിപാടികൾ കാണിക്കാതിരിക്കുക. എൻ്റെ പൊന്നു മിനുയർ ആൻറ്റി കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നവരൊക്കെ ലൈക്ക് അടിക്കുക. അമ്മച്ചിയുടെ സ്വഭാവം കണ്ടിട്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.